ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ മത്തി ഫ്രൈ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ പച്ച കുരുമുളകൊക്കെ ഇഷ്ടംപോലെ കിട്ടാണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ടൊരു നല്ലൊരു കിടിലൻ മത്തി ഫ്രൈ ആണ്. നല്ല എരിവും ചൊടിയൊക്കെ ആയിട്ടുള്ള നല്ലൊരു മത്തി ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഞാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്നുള്ളത് പറയാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് പച്ചക്കുരുമുളക് അരച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇപ്പോൾ പച്ചക്കുരുമുളക് ഉള്ള സമയമല്ലേ, കുരുമുളകിൻ്റെയൊക്കെ സീസണാണ്. അപ്പോൾ അത്യാവശ്യം എരിവുണ്ട് കുരുമുളക്, കൊണ്ട് അത് നോക്കിയിട്ടാണ് ഞാൻ ഇടണത്. പിന്നെ ഈ അരപ്പിലേക്ക് ഞാനൊരു 10 ചെറിയ ഉള്ളി, ഒരു പച്ചമുളക് ഒന്ന് പൊട്ടിച്ചിടുന്നുണ്ട് അരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു 10 വെളുത്തുള്ളിയുടെ ഒരു 10 അല്ലി വേണം. പിന്നെ ഒരു ഇഞ്ചിയുടെ കഷ്ണം, അതൊന്ന് നമുക്ക് അരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് നുറുക്കി ഇട്ട് കൊടുക്കാം ഇതിലേക്ക്. ഇതെല്ലാം കൂടി ആദ്യം ഒന്ന് അരച്ചെടുക്കണം. 3-4 തണ്ട് കറിവേപ്പില ഇടുന്നുണ്ട്. ആദ്യം കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായി അരഞ്ഞ് കിട്ടണം, അല്ലെങ്കിൽ കഷ്ണങ്ങൾ ഇങ്ങനെ അവിടെ കിടക്കണം. ഇത് ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് അരച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മാത്രം മതി. എന്താ വെച്ചാൽ നമുക്ക് ഗ്രീൻ കളറാണ് വേണ്ടത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ചെറുനാരങ്ങ നീരും, ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യാം. ബാക്കി എരിവൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ചെറുനാരങ്ങയുടെ ഫുള്ള് നീരും കൂടി എടുത്തിട്ട് അതിന് ശേഷം ഇതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി അരച്ച് വരാം. ഇത് അരച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീനിലേക്ക് നന്നായി തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം വറുത്തെടുക്കാം. മീൻ വരച്ച് വെച്ചതിലേക്ക് നന്നായി തേച്ച് പിടിപ്പിക്കാം കേട്ടോ. ഇത് നമുക്ക് നിരത്തി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പച്ചക്കുരുമുളക് മത്തി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൊതിപ്പിച്ചു എന്ന് പറയരുത്. ഇപ്പോൾ നന്നായിട്ട് നമ്മുടെ പച്ചക്കുരുമുളകൊക്കെ കിട്ടുന്ന കാലമാണ്. എത്രയും വേഗം എല്ലാവരും നല്ല ചെറിയ മത്തി കിട്ടുമ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കി വെക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതായിട്ടുണ്ട്. എല്ലാം എടുത്തിട്ട് നമുക്ക് മാറ്റിയിട്ട് അടുത്ത സെക്ഷൻ ഇടാം. അപ്പോൾ നമ്മളുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പച്ചക്കുരുമുളകിട്ട് വറുത്തെടുത്ത മത്തി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയൂ. നല്ല ടേസ്റ്റിയാണ്. ചോറും ഈ മസാല തന്നെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു ഐറ്റമാണ്. അപ്പം ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം. Okay, thank you.